ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാമെന്ന് കേരളത്തിന്റെ മന്ത്രി ഉറപ്പ് നൽകിയെന്ന് രാജ്യസഭയിലാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. അത് ശരിയാണോ തെറ്റാണോ എന്ന് കേരളത്തിൽ ഞാൻ ഒരു സെക്കൻഡ്, അതായത് വിദ്യാഭ്യാസ മന്ത്രിയും കേന്ദ്ര മന്ത്രിയും തമ്മിലുള്ള ചർച്ച എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചർച്ചയിൽ പങ്കെടുത്തിട്ടില്ല. മധ്യസ്ഥത എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കേരളത്തിൽ തടഞ്ഞു വെച്ച ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണത്. അത് ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞു. എനിക്കതിനകത്ത് യാതൊരു വിഷമവുമില്ല. ഒരു കാര്യം തന്നെ, ഒരു സെക്കൻഡ്, നിങ്ങൾക്കിത് ഈ സഭാ നടപടികളുടെ രീതി അറിയില്ലേ? അതായത് എനിക്ക് മൂലചോദ്യം ചോദിക്കാം, 2 സപ്ലിമെന്ററീസ് ചോദിക്കാം, പിന്നെ ഞാൻ എഴുന്നേറ്റ് നിന്നാലും എനിക്ക് മൈക്കില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല. വളരെ ചെറിയ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അറിയില്ല എന്നുള്ളത് അറിയില്ല. ഞാൻ എഴുന്നേറ്റ് നിന്നാൽ, ഒരു സെക്കൻഡ്, ഞാൻ എഴുന്നേറ്റ് നിന്ന് എന്റെ മേലേക്ക് ക്യാമറയും വരില്ല, എനിക്ക് മൈക്കൂല്ല. ഇതൊക്കെ അറിയാവുന്ന നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന അത് കേട്ടോണ്ടിരിക്കണല്ലോ. പിന്നെ മന്ത്രി പറയുന്നത് കേട്ടോണ്ടിരിക്കണല്ലേ? അതൊക്കെ സഭയിലെ മര്യാദകളുടെ ഭാഗമല്ലേ? ഇതൊന്നും നിങ്ങൾക്ക് അറിയില്ല. ഇത് എത്ര കാലമായി ഇവിടെ ഡൽഹിയിൽ പ്രവർത്തിച്ചു തുടങ്ങിയിട്ട്? ഒറ്റ കാര്യം, ഈ ചർച്ചകളിൽ സാർ ഈ നടത്തിയ മധ്യസ്ഥ ചർച്ചകൾ നടത്തി എന്ന് പറഞ്ഞല്ലോ, ഈ ചർച്ചകളിൽ എപ്പോഴെങ്കിലും PM ശ്രീ ഞങ്ങൾ ഒപ്പിടാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടോ? ഞാൻ എത്ര വട്ടം പറഞ്ഞു. അതായത് PM ശ്രീ എന്ന് പറയുന്നത്, അതിൽ ഒപ്പിടണോ വേണ്ടയോ എന്ന് പറയുന്നത് കേന്ദ്രവും സംസ്ഥാന ഗവൺമെന്റും കൂടെ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന്. അതൊരു MP-യുടെ ഇതിൽ വരുന്നില്ലല്ലോ. MP-യുടെ ഉത്തരവാദിത്വമല്ലല്ലോ. ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്താണ്? എല്ലാ പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് മുഖ്യമന്ത്രി MP-മാരുടെ യോഗം വിളിച്ചു ചേർക്കും. തടഞ്ഞു വെക്കപ്പെട്ട തുകകളുടെ കണക്കുകൾ അവിടെ പറയും. കോൺഗ്രസ് MP-മാർ, UDF MP-മാരും തലകുലുക്കി സമ്മതിക്കും. ഞങ്ങൾ പോയി മന്ത്രിമാരെ കാണാം, ശ്രമിക്കാം, ഞങ്ങൾ അവരുമായിട്ട് നെഗോസിയേഷൻ നടത്താമെന്ന് പറയും. ഞങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്യും. കോൺഗ്രസ്സുകാർ കേരളത്തിന് പാരമണിയും. എന്നിട്ട് എന്ത് ചെയ്യും? ഈ AICC ജനറൽ സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ മറ്റ് പ്രതിപക്ഷ കക്ഷികളോട് ഒരു കമാന്നൊരു ഭക്ഷണം പറയാതെ അവർ പോയി ഒപ്പിടും. യഥാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണ്? മറ്റ് പ്രതിപക്ഷ കക്ഷികളെ ഒറ്റുകൊടുത്തുകൊണ്ട് ഈ കോൺഗ്രസ് സർക്കാരുകൾ PM ശ്രീയിൽ ഒപ്പിട്ടതാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് ദുർബലപ്പെടുത്തിയതെന്നുള്ളത് ഇന്നലെ പാർലമെന്റിന്റെ തലത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയില്ലത്. അതെന്നാ നിങ്ങൾ കാണാത്തത്? കോൺഗ്രസിന് നിരന്തരം കുറ്റം പറയുകയാണ് ഈ വിഷയത്തിൽ. കുറ്റം പറയേണ്ട കാര്യങ്ങൾ കുറ്റം പറയേണ്ട. ഒരു സെക്കൻഡ്, CPI-യോടും പോലും പറയാതെ കമ്മ്യൂണിസ്റ്റ് നിലപാടിന് വിരുദ്ധമായ ഇതിൽ ഒപ്പിട്ട സർക്കാരാണ് കേരള സർക്കാർ. നിങ്ങൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ള അവസരം തരിക. അപ്പൊ നിങ്ങളുടെ ചോദ്യം മാത്രമാണ് വരേണ്ടതുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയുന്നില്ല. ഓക്കെ, PM ശ്രീയിൽ ഒപ്പിട്ടത് സംബന്ധിച്ച് കേരളത്തിൽ അർത്ഥപൂർണമായിട്ടുള്ള ഒരു സംവാദം നടന്നു. ആ സംവാദത്തെക്കുറിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നിലപാട് വ്യക്തമാക്കി. അത് സംബന്ധിച്ച് ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു. ആ കമ്മിറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. PM ശ്രീയിൽ ഒപ്പിടണോ മുന്നോട്ട് പോകണോ എന്നുള്ള കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിക്കും. അതേസമയം കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കിട്ടാൻ വേണ്ടിയിട്ട് MP എന്ന നിലയിൽ ഞാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കും. നിരന്തരം മന്ത്രിമാരെ കണ്ടുകൊണ്ടിരിക്കും, അവരുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. അതിന് കേരളവും കേന്ദ്രവും തമ്മിലുള്ള പാലമാണെന്ന് പറയുന്നത് എനിക്ക് അതൊരു ക്രെഡിറ്റായിട്ട് മാത്രമാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഒളിച്ചുപോയി ഒപ്പിട്ടവർക്ക് കോൺഗ്രസിനെ വിമർശിക്കുന്നതിൽ ന്യായമുണ്ടോ എന്നുള്ളത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ ഒപ്പിടാൻ തന്നെ എത്രയോ കാലം എടുത്തു. അതിനുശേഷം ഒരു സംവാദം അവിടെ ഉണ്ടായല്ലോ. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ ഈ രാജസ്ഥാൻ ഗവൺമെന്റ് പോയി ഒപ്പിട്ട കാര്യം? ചേട്ടാ അറിഞ്ഞോ? ഇല്ലല്ലോ. എവിടെ പറഞ്ഞു? അതെന്താ മിണ്ടാണ്ടിരിക്കണത്? അതറിയണ്ടേ? AICC ജനറൽ സെക്രട്ടറി അല്ലേ മന്ത്രിയെ പോയി കണ്ടിട്ട് തലയെ മുണ്ടിട്ടിട്ട് പോയിട്ടല്ലേ അവരെ വിളിച്ചോണ്ട് നിങ്ങൾ ഒപ്പിട്ടോളൂ, നിങ്ങൾ പൈസ മേടിച്ചോളൂ എന്ന് പറഞ്ഞു? രാജസ്ഥാനല്ല, അതായത് ഇന്ത്യയില് പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സംയുക്തമായിട്ടുള്ള ഒരു നിലപാടിനെ ദുർബലപ്പെടുത്തുന്ന സമീപനമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. എല്ലാ പ്രതിപക്ഷ കക്ഷികളോടും കൂടി ഒരുമിച്ച് ആ നിലപാടെടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അതിൽ മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നു. അന്ധമായി ഫോളോ ചെയ്തില്ലല്ലോ. അതുകൊണ്ടല്ല ഞങ്ങൾ ഇത്രയും കാലം കാത്തിരുന്നത്. ഒരു സെക്കൻഡ്, ഞാനതല്ലോ ക്യാബിനറ്റിൽ നമ്മുടെ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടല്ലേ അത് ഫ്രീസ് ചെയ്തത്. അതിപ്പോ കേരളത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ഞാൻ പറയേണ്ട കാര്യമുണ്ടോ? കേരളത്തിൽ നടന്ന ഏത് കേന്ദ്രമന്ത്രി സഭയിൽ പറഞ്ഞ അദ്ദേഹത്തിന്റെ ശൈലിയാണെന്ന്. സഭാരേഖയിൽ
വർഷമായി കേരളം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാമെന്ന് സമ്മതിച്ചതാണ്. ഞാൻ വീണ്ടും നിങ്ങൾ അല്ല, ഒരു challenge സെക്കൻഡ്, ചെയ്തില്ല, നിങ്ങൾ privilege കൊടുത്തു. ഒരു ചോദ്യം വീണ്ടും വീണ്ടും ചോദിച്ചതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മറുപടി എൻ്റെ അടുത്ത് കിട്ടില്ലല്ലോ. അതായത് കേരളത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്. ആ വിദ്യാഭ്യാസ മന്ത്രിയെ ഉദ്ധരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി ഒരു മറുപടി പറയുമ്പോൾ ആ വിദ്യാഭ്യാസ മന്ത്രി കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം അദ്ദേഹമല്ലേ വെളിപ്പെടുത്തേണ്ടത്. ഞാൻ വേറെ ആൾക്ക് വേണ്ടിയിട്ട് അവ സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് ആ വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ നിങ്ങളുടെ ചോദ്യത്തോട് കൃത്യമായി പ്രതികരിക്കാം. പക്ഷേ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി പത്രക്കാരെ കണ്ട കാര്യം പറയുന്നുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകരോട് ഈ ചോദ്യം അവിടെ ചോദിക്കാൻ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതമായ കാര്യം.